പത്മനാഭ ഒരു സൂപ്പർ കോൾ കിട്ടിട്ടുണ്ടാ. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ കുറച്ച് കഥകൾ ഇപ്പോൾ പുറത്തോട്ട് വരുന്നുണ്ട്. എന്തോ സംഭവമുണ്ട്, എനിക്ക് ഇനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. റോബിൻ കുറച്ച് ദിവസങ്ങളായിട്ട് കിടന്ന് വലിയ സമരത്തിന് വേണ്ടിയിട്ട് BJPയുടെ മുൻധാരയിൽ നിന്നിട്ട് വലിയ രീതിയിലുള്ള പ്രസംഗങ്ങളൊക്കെയാണ് പ്രസംഗിക്കുന്നത്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. നമുക്ക് റോബിൻ എന്താണ് BJPയെ കുറിച്ച് യഥാർത്ഥത്തിൽ പറയാനുള്ളത് എന്നുള്ളത് റോബിന്റെ വായിന്ന് തന്നെ കേൾക്കാം. BJP എന്ന് ചോദിച്ചെന്റെ അടുത്ത്, അപ്പൊ എനിക്ക് അവിടെ BJPയുടെ തത്വങ്ങളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ABCD അറിഞ്ഞൂടാ. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. BJP എന്ന് വെച്ചാൽ ഞാൻ വർഗീയവാദികളാണ്, മനസ്സിലായില്ലേ? എന്താ ഉറക്കം വരുന്നു. ഇവൻ ഈ റീലിട്ട സമയത്ത് റോബിൻ അതിന്റെ അടിയിൽ പോയിട്ട് ഇപ്പൊ എല്ലാം എയുടെ തല ഇട്ട് കൊടുക്കാമല്ലോ. പറയുമ്പോ ചിലപ്പോ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് എല്ലാം തെളിയിക്കാൻ വേണ്ടിയിട്ട് വേദലക്ഷ്മി ഇതിന്റെ ഒരു പൂർണ്ണ രൂപം ഇട്ടിട്ടുണ്ട്. അതൊന്ന് കേൾക്കാം. ഈശ്വര, ഓരോന്നോരോന്നായി പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. BJP എന്ന് വെച്ചാൽ ഞാൻ വർഗീയവാദികളാണ്, മനസ്സിലായില്ലേ? BJP എന്ന് വെച്ചാ അവൻ BJP പാർട്ടിയാണ്. പക്ഷെ അവൻ അറിയാം BJP വർഗീയവാദികളാണ്, തുറന്ന് അക്സെപ്റ്റ് ചെയ്യുന്നു. നീ കൂടെ കോൺക്രീറ്റ് ഇട്ടല്ലടാ. നമ്മളെ പ്രവൃത്തിയാണ് എന്ത്, ആ പ്രവൃത്തി എനിക്കും വേണ്ടിയിടും. ഞാനൊരു പക്ക ബിസിനസ്മാൻ ആ സമയത്ത്, മനസ്സിലായില്ലേ? അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. BJP-ക്കാരെ തന്നെ ഇവൻ കുറ്റം പറഞ്ഞു. അപ്പൊ അവനിപ്പോ BJP പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതേതായാലും നന്നായി. ഇതൊന്നും അല്ല കോമഡി, ഇതൊക്കെ ചെറിയ വോയിസ് ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇതിനേക്കാളും രാജീവ് ചന്ദ്രശേഖരനെ പറ്റി പറയുന്ന വോയിസ് ഉണ്ടെന്നൊക്കെയാ കേട്ടത്. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിക്കാൻ നേരമില്ല.